ശരി മാഷെ, ഇതിനകത്ത് ഒരു പ്രശ്നം, സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ, പോരായ്മകൾ, പിഴവുകൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന വിസിൽ ബ്ലോവേഴ്സ് അത് എവിടെയാണെങ്കിലും ഏത് സംവിധാനത്തിലാണെങ്കിൽ, ഇപ്പോൾ സർക്കാരിനെതിരെ പറഞ്ഞപ്പോൾ ഭരണകൂടത്തിൻ്റെ വേട്ടയാടലിന് വിധേയനാക്കപ്പെട്ട കഫീൽ ഖാനുമായി ഞാൻ ഡോക്ടർ ഹാരിസിനെ താരതമ്യം ചെയ്തതിനെ ആണ് ശ്രീ സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, ഞാനതിനെ മാനിക്കുന്നു. പക്ഷേ സമാനമായ ഒരു അവസ്ഥയല്ലേ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ നേരിടുന്നത്? നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റത്തിന് ചില പോരായ്മകളൊക്കെ ഉണ്ട് എന്ന്. മനസ്സിലാക്കാം ആരോഗ്യമന്ത്രി ആ പറഞ്ഞ കാര്യങ്ങളെ. പക്ഷേ ആ സിസ്റ്റം ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ നടത്തുന്ന അതിനുള്ളൊരു ഉപകരണമായി ഈ മൊത്തം സംവിധാനങ്ങൾ മാറുകയാണോ കാരശ്ശേരി മാഷെ? എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതുവരെ ഡോക്ടർ ഹാരിസിൻ്റെ വിഷയങ്ങൾ നടന്ന കാര്യങ്ങൾ കൂട്ടിവെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗോപികൃഷ്ണൻ, നമ്മൾ ഇത്തരം ചർച്ചയിൽ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് ചികിത്സ. ഇവിടെ എല്ലാ ജില്ലകളിലും വളരെ വില കൂടിയ ഉപകരണങ്ങളുമായി വളരെ വലിയ പോഷ് രീതിയിൽ നടക്കുന്ന വലിയ 5 സ്റ്റാർ ഹോട്ടലുകളുടെ മാതിരി നടക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. ഇവിടുത്തെ വലിയൊരു വ്യവസായമാണത്. ഇവിടുത്തെ പണക്കാർക്കും മധ്യവർഗത്തിലുള്ളവർക്കും ഒക്കെ പോകാൻ പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. ഇവിടുത്തെ മന്ത്രിമാർക്ക് പോകാൻ അമേരിക്കയിൽ ആശുപത്രിയുണ്ട്. അത് നമുക്കിപ്പം ഒരു ആരോപണം പറയുന്നതല്ല, നമുക്കിതിൻ്റെ ഇടയ്ക്കും തന്നെ കാര്യമാണ്. ഇപ്പം മുഖ്യമന്ത്രി തൊട്ട് ഉള്ള ആളുകൾ പ്രധാനമായിട്ടും പോകുന്നത് അമേരിക്കയിലാണ്, അല്ലെങ്കിൽ മദ്രാസിലാണ്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പ്രൈവറ്റ് ആശുപത്രികളിലാണ്. മെഡിക്കൽ കോളേജിൽ തുടങ്ങിയുള്ള ഈ പൊതുസ്ഥാപനങ്ങൾ ഇവിടുത്തെ ദരിദ്രന്മാർക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ളതാണ്. അത് വളരെ അടിസ്ഥാനപരമാണ്. അവിടെ 28 കൊല്ലമായി ജോലി ചെയ്യുന്ന വളരെ മുതിർന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 97 മുതൽ അവിടെ പ്രവർത്തിക്കുന്നു. 28 കൊല്ലമായി. അദ്ദേഹം ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ വരുന്നത് ബസ്സിലോ അദ്ദേഹത്തിൻ്റെ ബൈക്കിലോ ആണ്. അദ്ദേഹം ഒരു കാറിൽ അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാശുണ്ടാക്കാൻ അറിയില്ല എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ അദ്ദേഹം 365 ദിവസം എന്ന് പറഞ്ഞതിൽ 360 ദിവസവും ജോലിക്ക് വരുന്ന ഒരാളാണ് എന്ന് എല്ലാവരും പറയുന്നു. അദ്ദേഹം സത്യസന്ധനാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇപ്പോൾ ഗോപികൃഷ്ണൻ ഇവിടെ കേൾപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. കാരണം അദ്ദേഹം പറഞ്ഞത് സത്യം മാത്രമായിരുന്നു. സത്യം പറഞ്ഞു എന്നുള്ള കുറ്റമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ ചട്ടത്തിൻ്റെ കാര്യം, ഇപ്പോൾ ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. A+ കിട്ടുന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷത്തിന് മലയാള അക്ഷരം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഏറ്റവും ഉന്നതാധികാരിയായ DPI പറഞ്ഞു. ആ വാർത്ത പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉത്തരവിട്ടത് ആ ഫോൺ കോള് ആ പ്രസംഗം പുറത്തേക്ക് ചോർത്തിയത് ആരാന്നാ. എന്താണ് അന്വേഷിക്കേണ്ടത്? A+ കിട്ടിയ ഒരു 10 കുട്ടികളെ വിളിച്ചിട്ട് ഒരു കേട്ടെഴുത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് അന്വേഷണം. അപ്പോൾ ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ രീതി. ഇപ്പോൾ നവീൻ ബാബു എന്ന് പറയുന്ന ADM, കണ്ണൂരിലെ ADM, അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞിട്ടും കള്ളനാക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുകയാണ്. അവിടെ അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ കളക്ടർ തുടർന്ന് ഒരു നടപടിക്കും വിധേയനായിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ പ്രശാന്ത് ഇപ്പോൾ എവിടെയില്ല. എന്താ പ്രശ്നം? CPMൻ്റെ കണ്ണൂർ ജില്ലാ നേതാവായ PP ദിവ്യയ്ക്ക് ബുദ്ധിമുട്ടാവും അതെന്തന്വേഷിച്ചാലും. അപ്പോൾ അത് വിട്ടുകളയാം. അപ്പോൾ ഇന്ന് സത്യമായിട്ട് മലയാളികൾക്ക് മൊത്തത്തിലും ഇവിടുത്തെ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചും അഭിമാനം വളർത്തുന്ന ഒരാളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഇവിടെ മനസാക്ഷിയുള്ള ആളുകളുണ്ട്, മനുഷ്യത്വമുള്ള ആളുകളുണ്ട്, പണത്തിൻ്റെ മേലെ സേവനം എന്നൊരു സംഗതി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് മനുഷ്യനിലുള്ള വിശ്വാസം വളർത്തുന്ന ഒരാളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി അഭിമാനപൂർവ്വം സംസാരിക്കുന്നതിന് പകരം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഇന്ന് നടത്തിയ പത്രസമ്മേളനം ശരിക്കും മലയാളികൾക്ക് മൊത്തം ലജ്ജ ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇത്ര ഉന്നതമായ പദവിയിലിരിക്കുന്ന ആളുകൾ പോലും ഈ അളവുള്ള രാഷ്ട്രീയമായ ആധമർണ്യം കാണിക്കുക. ആ ഫോൺ ചെയ്ത ആരാന്ന് എനിക്കറിയില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. ആ വിളിച്ചത് ആരാണെങ്കിലും അതിൻ്റെ താല്പര്യം ഹാരിസിനെ കള്ളനാക്കുകയാണ്. കഫീൽ ഖാൻ എന്നൊരു പേര് പറയുമ്പോൾ അത് അന്യായമാണ് എന്ന് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞു. ഒരു അന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം വെച്ചാൽ വേട്ട തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതൊരു
പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് എന്ന് പറഞ്ഞാണ് ഹാരിസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്താ കാര്യം? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മന്ത്രിമാരുടെ മൂക്കിൻ്റെ താഴെയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി താമസിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ എന്ത് നടക്കുന്നു എന്ന് അവർക്ക് അറിയുന്നില്ല. അദ്ദേഹം നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്നതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാ ചെരുപ്പ് തേഞ്ഞത്? ആരോടാ പറഞ്ഞിരുന്നത്? ഇതൊന്നുമില്ല. എന്നിട്ട് അത് തനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്തക്കുറവാണ് എന്ന് തിരിച്ചറിയാത്ത ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് പറയാണ് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ. ആരുണ്ടാക്കിയ വ്യവസ്ഥ? ഗവൺമെൻറ്റാണ് സിസ്റ്റം. ഗവൺമെൻറ്റാണ് സിസ്റ്റം. അപ്പോൾ കണ്ണൂരിലെ നവീൻ ബാബുവിനെ ഈ അളവിൽ ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ആവശ്യം ഉന്നയിക്കുന്നു, CBIക്ക് വേണ്ട, അത് വിടില്ല. അപ്പോൾ ഈ അളവിൽ ഇപ്പോൾ ആ DPIക്കെതിരായിട്ട് ഒരു ചട്ടവിരുദ്ധ നടപടി എടുത്തായിട്ട് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഹാരിസ് സന്തോഷമായിട്ട് നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചട്ടം ലംഘിച്ചു, നടപടി നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ്. അപ്പം നടപടി നേരിട്ടാൽ അത് തകരാറ്, നേരെ വെച്ച് കള്ളനാക്കിയാൽ പിന്നെ പാർട്ടി അനുയായികൾക്കും പാർട്ടി അടിമകൾക്കും ഈ തരത്തിൽ വർത്തമാനം പറയാലോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഡോക്ടർ ഹാരിസിന് കാത്തിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ പുതിയ പ്രശ്നം ഈ കാണാതായ ഉപകരണമാണല്ലോ, അതിൻ്റെ കുറ്റമാണല്ലോ ഹാരിസിന്റെ തലയിൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് മേൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്? ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതിലുള്ള അദ്ദേഹത്തിനുള്ള ശിക്ഷയാണോ കാത്തിരിക്കുന്നത്? അതൊരു കള്ളനായി മുദ്രകുത്തി അതിലും വലിയ ശിക്ഷയാണോ അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത്? എൻ്റെ ഗോപികൃഷ്ണ, 14 കൊല്ലമായി ഒരു അധ്യാപികയ്ക്ക് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കണം എന്ന് കോടതി വിധി ഉണ്ടായിട്ട് മന്ത്രി ഇടപെട്ടിട്ട് അതൊന്നും ചെയ്യാത്ത ആളുകളോടുള്ള പ്രതിഷേധം കൊണ്ട് ഒരു അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. ആലോചിച്ച് നോക്കൂ, 14 കൊല്ലമായിട്ട് ശമ്പളമില്ല. എന്നിട്ട് കോടതി വിധിക്ക് ഏത് സിസ്റ്റമാണ് ഇവർ കൊണ്ടു കിടക്കുന്നത്? സിസ്റ്റം എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഒക്കെ ആരെ പറ്റിയാണ് പറയുന്നത്? ഈ മന്ത്രിയാണ് സിസ്റ്റം. അപ്പോൾ കോടതി പറഞ്ഞിട്ട് പോലും ഒരു ശമ്പളം കൊടുപ്പിക്കാൻ പ്രാപ്തിയില്ലാത്ത ഗവൺമെൻറ്, അതാണ് കാര്യപ്രാപ്തിയില്ല, നീതിബോധമില്ല, ധിക്കാരമാണ് അവർ കാണിക്കുന്നത്. അവരുടെ നിലപാട് അധാർമികമാണ്. ഹാരിസിനെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഹാരിസിന് 28 കൊല്ലം സർവീസുള്ള ഒരു യൂറോളജി പ്രൊഫസർക്ക് എവിടെയാണ് ജോലി കിട്ടാത്തത്? അദ്ദേഹത്തെ കേരളത്തിലെ ഏത് ആശുപത്രിയാണ് വിളിക്കാത്തത്? ഗൾഫിലെ ഏത് ആശുപത്രിയാണ് വിളിക്കാത്തത്? യൂറോപ്പിലോ അമേരിക്കയിലോ ഏത് ആശുപത്രി അദ്ദേഹത്തെ വിളിക്കാത്തത്? അദ്ദേഹത്തിന് കാശിന് മോഹമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ബേജാറുമില്ല, കാരണം എനിക്കൊരു ബൈക്ക് മതി ഇവിടെ വന്നു പോവാൻ. അപ്പോൾ സത്യം പറയുന്ന ഒരാളെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് ഈ പാർട്ടി വിധേയത്വം കൊണ്ടും ഈ തരത്തിലുള്ള അധാർമികമായ ധിക്കാരപരമായ പ്രവർത്തനം. ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത് അവിടെ ക്ലോസ് ചെയ്യും. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കും. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് ശരിയായ കാരണം ഫ്ലൈറ്റിൽ ഉപകരണം കൊണ്ടുവന്നതിനർത്ഥം ഹാരിസ് പറഞ്ഞ് ശരിയായിരുന്നാണല്ലോ. അപ്പോൾ ഹാരിസ് സത്യസന്ധനാണ്. അദ്ദേഹം അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു, പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ് വേണ്ടത്. അത് വേണ്ട. ആ പ്രശ്നം, ആ ഫയൽ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഈ മുഖം ഇങ്ങനെ വൃത്തികേടാവില്ല. ഇപ്പം വെളുപ്പിക്കാൻ തേക്കുന്നത് മുഴുവൻ പാണ്ടായി മാറാൻ പോവാണ്. ശ്രീമതി വീണ ജോർജിൻ്റെ മന്ത്രി കാലഘട്ടത്തിലെ ഏറ്റവും കരിമ്പുള്ളികളിലൊന്നായിട്ട് ഹാരിസിൻ്റെ കാര്യം മാറാൻ പോവാണ്. അദ്ദേഹത്തിന് മിക്കവാറും ഇവരുടെ ധിക്കാരം, ഇവരുടെ പകവീട്ടിൽ അനുഭവിക്കേണ്ടി വരും. ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അവിടുന്ന് സ്ഥലം മാറ്റിയായിരിക്കും ചെയ്യുക. എനിക്ക് അറിഞ്ഞൂടാ ഇവരെന്താ ചെയ്യാൻ ആലോചിക്കുന്നത്. കാരണം എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ വലിയ കഷ്ടമല്ലേ ഗോപികൃഷ്ണ? അതായത് ഭർത്താവ് അല്ലെ ഭർത്താവിൻ്റെ അമ്മ അല്ലെ ഭർത്താവിൻ്റെ പെങ്ങള് ഉപദ്രവിക്കുന്നു, ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, പെൺമക്കൾ പറയുമ്പോൾ അത് കേൾക്കാൻ അച്ഛനും അമ്മയ്ക്കും സൗകര്യമില്ല. അവർ പിന്നെയും നിൽക്കട്ടെ മോളെ എന്ന് പറയും. പിന്നെ അവൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് അവർ ഉണരുക. എപ്പോഴും ഇപ്പോൾ കേരളത്തിൽ എന്ത് പ്രശ്നം എവിടെ വരണമെങ്കിലും 14 കൊല്ലമായി ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു അധ്യാപികയുടെ ഭർത്താവിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. വേറെ ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു അധ്യാപികയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ആലോചിച്ച് നോക്കൂ, ശമ്പളം കിട്ടാത്തതിനാണിത്. ഒരു തൊഴിലാളി ഗവൺമെൻറ്റാണ്, തൊഴിലാളി പാർട്ടിയാണ്, പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, വിപ്ലവ പ്രസ്ഥാനമാണ് എന്ന് പറയുന്ന
ഒരു മുന്നണി ഭരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ. എടുത്ത പണിക്ക് കൂലിയില്ല. എത്ര കൊല്ലം? 14 കൊല്ലം. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞാലോ മന്ത്രി പറഞ്ഞാലോ കോടതി പറഞ്ഞാലോ കേൾക്കുകയില്ല എന്ന് തെളിവുണ്ടായിട്ട് ഇവരെന്താ സസ്പെൻഡ് ചെയ്യും. ഇപ്പോൾ 3 ആളെ സസ്പെൻഡ് ചെയ്തു. എന്താണ്? 3 മാസം കഴിഞ്ഞാൽ അല്ലെ 6 മാസം കഴിഞ്ഞാൽ തിരിച്ചെടുത്തും കഴിഞ്ഞു അത്. കാരണം യൂണിയൻ്റെ ബലം. ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിലെ അധ്യാപകരോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എനിക്ക് തോന്നുന്നത് മാഷെ, ഈ KGFCTയെയും IMAയും ഒക്കെ ഈ ഡോക്ടറെ സംരക്ഷിക്കും എന്നൊക്കെയുള്ള നിലപാട് എടുക്കുമ്പോഴും അവരൊന്നും സത്യത്തിൽ പരസ്യമായി എനിക്ക് തോന്നുന്നു വളരെ ശക്തമായ ഒരു നിലപാട് എടുക്കുന്നതിൽ ഇപ്പോൾ എന്തെങ്കിലും വിമുഖതയുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലരെയും ഞങ്ങൾ ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമാകാൻ ബന്ധപ്പെട്ടെങ്കിലും പലരും തയ്യാറായിട്ടില്ല. മറ്റു കാരണങ്ങളുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ നമുക്കൊരാളുകളെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു നിമിഷം ഞാനൊരു ഇടവേള എടുത്തോട്ടെ. നമുക്ക് ശ്രീ സുരേഷ് കുമാറിലേക്ക് കൂടി പോയ ശേഷം ഞാൻ വരാം മാഷിൻ്റെ അടുത്തേക്ക്. മാഷെ, എന്തെങ്കിലും പറയാനുണ്ടോ ഇടവേളയ്ക്ക് മുമ്പ്? മാഷേ അല്ല ഒറ്റ കാര്യമാണ് ഗോപികൃഷ്ണൻ. അതായത് ഈ IMAയിലോ അതുപോലെ അധ്യാപക സംഘടനയിലൊക്കെ ഉള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ പോലും പേടിക്കുന്ന ആളുകളാണ്. ഒരു ട്രാൻസ്ഫർ. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്കോ കോഴിക്കോട്ടേക്കോ കാസർഗോട്ടേക്കോ നിങ്ങളെ മാറ്റിയാൽ നിങ്ങൾക്കൊരു അസൗകര്യം വരും. അപ്പോൾ ഒരു ധർമ്മത്തിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ അവരുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ അഭിമാനകരമായൊരു പണിയെടുത്തു. എന്താണ്? അദ്ദേഹം പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും ദരിദ്രന്മാരുടെയും കൂടെയാണ്. അവരുടെ ജീവനും അവരുടെ ആരോഗ്യവും സംരക്ഷിക്കുകയാണ് തൻ്റെ പണി എന്ന് വിചാരിക്കുന്ന പരമയോഗ്യനായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാൻ ഉന്നത വിദ്യാഭ്യാസമുള്ള സമ്പത്തുള്ള സൗകര്യങ്ങളുള്ള ഇവർക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ സാമൂഹ്യ ജീവിതവും എത്രമാത്രം ദുർബലമാണ്, ജീർണിച്ചതാണ് എന്നാണ്. ഡോക്ടർ ആരിസിന്റെ ഈ സംഭവങ്ങളെ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക്